കളം നിറയുമാണ് കാര്യങ്ങൾ. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് പോലെ ഒരു കേന്ദ്രീകൃതമായി, പൂർണ്ണമായും കേന്ദ്രീകൃതമായ ഒരു കൊട്ടിക്കലാശം അത് നടക്കാൻ സാധ്യതയില്ല. മറിച്ച് വാർഡ് കേന്ദ്രങ്ങളിലും മറ്റുമാണ് സ്ഥാനാർത്ഥികൾ തമ്പടിക്കുക. അതങ്ങനെയാണ് ഉണ്ടാവുക. കാരണം ഓരോയിടത്തും ഓരോ ചെറിയ മൂലയിലും പോരാട്ടം ആവേശമാണ്. അതുകൊണ്ട് ആ മേഖലയിൽ നിന്ന് മാറി നിൽക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ആ വാർഡ് കേന്ദ്രീകരിച്ചുള്ള പ്രചരണ കൊട്ടിക്കലാശമാണ്. ഇതാ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുന്ന പോലെയുള്ള റോഡ് ഷോ അതിങ്ങനെ നടക്കുകയാണ്. നോക്കൂ, സ്ഥാനാർത്ഥി കടന്നു വരുന്നത് നോക്കൂ. ഒരു തുറന്ന വാഹനത്തിൽ കൈവീശി കാണിച്ച് സ്ഥാനാർത്ഥി കടന്നു പോകുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. സമാനമായ കാഴ്ച മറുവശത്തുണ്ട്. അവിടെ UDF BJPയും ഒക്കെ കളം നിറയുകയാണ്. ഇതാ BJPയുടെ നോക്കൂ, ഒരു ക്രെയിനിൻ്റെ കയ്യിലാണ് ആളുകൾ കയറി നിന്ന് പ്രവർത്തകർ കൈവീശുന്നത്. അത് കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളാണെന്ന് നമുക്ക് കരുതാം. കാരണം ഏറ്റവും വീറും വാശിയും സംസ്ഥാനത്ത് നടക്കുന്ന ഒരിടം തിരുവനന്തപുരം നഗരമാണ്, കോർപ്പറേഷനാണ്. അതിൻ്റെ ഒരു പ്രത്യേകത കൂടി അവിടെ പ്രതിഫലിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. VV അരുണുണ്ട്. അരുൺ, നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അല്പം കൂടി വിശദമായി പരിശോധിക്കാം. നോക്കൂ, 51 അധികം, പകുതിയിലധികം സീറ്റുകളാണ് കഴിഞ്ഞ തവണ CPM അല്ലെങ്കിൽ ഇടതുമുന്നണി നേടിയത്. കഴിഞ്ഞ തവണയും ഇത്തവണത്തേനും സമാനമായ വെല്ലുവിളി ഉണ്ടായിരുന്നു. അവിടെ BJP ഭരണം പിടിക്കുമോ എന്ന തോന്നൽ ഉളവാക്കിയതാണ്. പക്ഷേ അതിനെ മറികടക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷേ അതിന് കാരണമായത് കോൺഗ്രസിൻ്റെ ഒരു പിന്നോട്ട് പോക്ക് കൂടിയാണ്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് കളം നിറഞ്ഞ് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസ് കൂടുതൽ വോട്ടുകൾ പിടിച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ സാധ്യത ഇല്ലാതാക്കുമോ, അതല്ല തിരിച്ചാണോ സംഭവിക്കാൻ സാധ്യത? എന്താണ് ഇക്കാര്യത്തിലെ ഇടതു ക്യാമ്പിന്റെ വിലയിരുത്തലുകൾ? അരുൺ, സജിത്ത്, ഇത്തവണ തിരുവനന്തപുരം നഗരസഭയുടെ കാര്യത്തിൽ കാര്യങ്ങൾ തീർത്തും അപ്രവചനീയമാണ്. നമ്മൾ സാധാരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അപ്രവചനീയത പറയാറുണ്ട്. പക്ഷേ ഇത്തവണ അത് തീർത്തും അപ്രവചനീയമെന്ന് പറയേണ്ടി വരും. അതിന് കാരണം വളരെ സംഘർഷം അല്ലെങ്കിൽ വളരെ സങ്കീർണമാണ് എല്ലായിടങ്ങളിലും തെരഞ്ഞെടുപ്പ് ചിത്രം. ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത തരത്തിലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ പലയിടത്തുമുണ്ട്. അത് പ്രത്യേകിച്ച് ഇത്തവണ നമ്മൾ സൂചിപ്പിച്ച പോലെ UDF കോൺഗ്രസ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും വളരെ ദുർബലാവസ്ഥയിലായിരുന്നു. ഇത്തവണ അവർ ആദ്യം തന്നെ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചുള്ളവർ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് സജീവമായി. K ശബരിനാഥൻ എന്ന മുൻ MLA രംഗത്തിറക്കിക്കൊണ്ട് അവരെ മേയർ സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടുള്ള പ്രചരണമൊക്കെ അവർ കാഴ്ചവെച്ചിട്ട് പ്രായകുന്ന സ്ഥാനാർത്ഥിയെ വൈഷ്ണവ് സുരേഷിനെ അവതരിപ്പിച്ച് അങ്ങനെയും അവർ ശ്രദ്ധ നേടി. പക്ഷേ ആദ്യഘട്ടത്തിൽ വലിയൊരു മേൽക്കൈ ഉണ്ടായതുകൊണ്ട് പിന്നീട് പതിയെ പതിയെ നഷ്ടപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം. CPM-ഉം BJPയും വളരെ ശക്തമായി തന്നെ പ്രചരണ രംഗത്തേക്ക് അവർ ഇടിച്ചു കയറുകയായിരുന്നു. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം ആദ്യഘട്ടത്തിൽ അതേപോലെ നിലനിർത്താൻ കഴിയെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തിലൊക്കെ വ്യത്യസ്തമായി കോൺഗ്രസ് വലിയ ശക്തമായ സാന്നിധ്യമായി പലയിടത്തുമുണ്ട്. അക്ഷരാർത്ഥത്തിൽ പലയിടത്തും അതൊരു ത്രികോണ പോരാട്ടമായി മാറും. കഴിഞ്ഞ തവണ തിരുവനന്തപുരം തീരമേഖലകളിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി